ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ രാത്രിയിൽ പറയണമെങ്കിൽ ഞാനൊരു ഭയങ്കരമാണ് അവള് ഞാൻ. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ അടിപൊളി ഹിറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ നഴ്സിംഗ് ഫീൽഡിലെ ഹൊറർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി സാധനമാണ്. ഇതെല്ലാം രാത്രിയിലാണ് നടക്കുന്നത്. കാരണം രാത്രിയിലാണല്ലോ നമ്മളെ കുട്ടിമാണികൾ ഞെട്ടിമാമ എന്ന് പറയുന്നത് ഞെട്ടിക്കാൻ വരുന്നത്. കുറച്ച് സമയത്തേന് നമ്മൾ റെസ്റ്റ് എടുക്കാൻ നമുക്ക് ടൈം കിട്ടും. നമ്മുടെ റെസ്റ്റിംഗ് ടൈം ഉണ്ട്. ഒരു നിഴല് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ കണ്ണ് തുറന്ന് കാണുവാണ് ലൈക്ക് ആ നിഴലാണ് എന്നുള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ ബോഡി ഒന്നും മൂവ് ചെയ്യാനേ പറ്റത്തില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, നമുക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പെട്ടെന്ന് ആ ഒരു നിഴല് വന്നിട്ട് പോകുന്ന പോലെ ആയിരുന്നു. നമ്മൾ അടിച്ചിട്ട് പോകുന്നത് പോലെ വന്ന് പെട്ടെന്ന് അടിച്ചിട്ട് അത് പോയി. പിന്നെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പേടി അത് ഒരിക്കലും പോകത്തുമില്ല. അങ്ങനത്തെ ഒരു സംഭവമായി തീരും. കാരണം നമുക്ക് പേടിയായി പോകും. അപ്പം നേരെ നമ്മൾ ഞെട്ടി പിന്നെ എണീക്കുമ്പോഴത്തേന്, അതായത് നമ്മുടെ ആ ബോഡി മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വരും, നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരും, വിത്തിൻ മിനിറ്റ്സിൽ വരും. അപ്പം നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നോക്കുമ്പോഴത്തേന് അവിടെ ഒന്നും കാണുകയില്ല. അങ്ങനെ വന്നു പോയത് എന്തുവാണോ, പ്രേതമാണോ, എന്ത് തേങ്ങയാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോകും. അന്നിട്ട് ഞാനിത് ഷെയർ ചെയ്തപ്പം എൻ്റെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു അവർക്കൊക്കെ ഈ സെയിം സംഭവം അടിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഷാഡോ ആയിരുന്നു. ഇപ്പം പറയും എന്നാ പിന്നെ ഇത് പെണ്ണായിരുന്നോ ആണായിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ മേലായിരുന്നോ, നിനക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ജസ്റ്റ് ഒരു ബ്ലാക്ക് രൂപമായിരുന്നു. അപ്പം നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ പെട്ടെന്ന് ചാവാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ജെൻഡർ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല എനിക്ക്, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പേടിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെയൊക്കെ കയറി ഇറങ്ങി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു. ലൈക്ക് ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് ലീവായിരുന്നു, ഒബ്വിയസ്ലി എനിക്ക് ലീവായിരുന്നു ആ മന്തില്. എന്നിരുന്നെങ്കിൽ പോലും എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് പോലും ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ കണ്ടത് കൊച്ചു പിള്ളേരൊക്കെ വന്ന് ഇങ്ങനെ അടിക്കുന്നത് പോലെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കൊച്ചു പിള്ളേരോ ഇല്ല, വലിയ പിള്ളേരോ ഇല്ല, ആരുമില്ല എന്നുള്ളതാണ് സത്യം. അതിങ്ങനെ പെട്ടരും ഇപ്പൊ കണ്ടില്ലേ, അതിൽ പേടിച്ചില്ലേ. അപ്പം ആ പേടിയായിരുന്നു എനിക്കും ഒറിജിനലായിട്ട് ഞാനത് അനുഭവിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് സെമിട്രിയും വരുന്നത്. അപ്പം അതുകൊണ്ടൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം നമ്മള് ഗൂഢാലോചന നടത്തുമ്പോൾ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയാതെ പ്രേതമെന്നൊക്കെ പറയും എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു. അന്ന് പേടിച്ചിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നെ ഒരു തരത്തിലും ബാധിച്ച ഒന്നല്ല, പക്ഷെ ഈ എക്സ്പീരിയൻസ് എന്നെയാണ് മൊത്തം ബാധിച്ചത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷുവർ ഇൻ ദ കമന്റ് ബോക്സ് ആൻഡ് ലെറ്റ് മീ നോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഓർ നോട്ട്. അതനുസരിച്ചായിരിക്കും എൻ്റെ അടുത്ത വീഡിയോ വരുന്നത്. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.